ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് HALന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഏവിയോണിക്സ് ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്, ഓൺലൈൻ ആയിട്ടല്ല, ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അപേക്ഷാ ഫോം എല്ലാം തരാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കമൻറ്റ് ആ ഒരു സെക്ഷനൊക്കെ ഒന്നും പെട്ടെന്ന് ആക്റ്റീവ് ആകുക. കാരണം പലർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വലിയ കാര്യങ്ങൾ ഏത് ഡൗട്ടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എനിക്ക് കമൻറ്റ് വഴി ടൈപ്പ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റാത്തതാണെങ്കിൽ അത് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വോയിസിലൂടെ എന്ത് ചെയ്യും, അതിനുള്ള മറുപടി നൽകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്കിനി സ്ക്രീനിൽ നോക്കാം ഏതൊക്കെയാണ് അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 17/4/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് വാക്കൻസി വളരെ ലിമിറ്റഡ് വാക്കൻസിയാണ്. പക്ഷേ നമ്മളത് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റിലായിട്ട് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ പെർമനൻറ്റ് പോസ്റ്റാണ്. അപ്പം നമുക്ക് എന്താണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വാക്കൻസി ആകെ ലിമിറ്റഡ് വാക്കൻസി മാത്രമാണെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വാക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്, അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന JEE ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന SSC ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാം കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഇതിൽ ജനറൽ വാക്കൻസിയാണ് 3 വാക്കൻസിയും. അത് ഏത് കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC EWS ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. അത് നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ട്? ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് നിങ്ങൾ ഡിസിപ്ലിനിൽ BA or BTech കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 വാക്കൻസി. ഇതിനടുത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ് 2 വാക്കൻസിയാണ്. ഇതിൽ ജനറൽ വന്നിരിക്കുന്നത് 1 വാക്കൻസി. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വാക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA or BTech തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് മെക്കാനിക്കൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടാണ്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ ഈ പറയുന്ന BA or BTech കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ലിമിറ്റഡ് വാക്കൻസിയാണ്. ഇനി ഇതിൽ നമുക്ക് മിനിമം 60% മാർക്ക് വേണം കേട്ടോ. നമ്മുടെ ഈ പറയുന്ന BA or BTechൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് വേണം. ഡിപ്ലോമ കഴിഞ്ഞവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഏജ് ലിമിറ്റ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 8/5/2024 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് ആ ഒരു റിസർവ്ഡ് വാക്കൻസി ഉണ്ടല്ലോ, ആ വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പേ സ്കെയിൽ വരുന്നത് 30,000 മുതൽ 1,20,000 എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് പേ 30,000 ആയിരിക്കും. പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് എന്താണ് ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് DA, കമ്പനി അക്കോമഡേഷൻ, ഹൗസ് റെൻറ്റ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫോമൻസ്, അങ്ങനെ അതുകൊണ്ട് ലീവ്, മെഡിക്കൽ ഫെസിലിറ്റി, PF തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസ്, എക്സ്ട്രാ അലവൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓഫ്ലൈൻ ഫോം ഉണ്ട്. ആ ഓഫ്ലൈൻ ഫോം പ്രിൻ്റ് എടുക്കണം. ആ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യണം. ഓഫ്ലൈൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കാണിക്കാൻ ഞാൻ. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ ഓഫ്ലൈൻ ഫോമും പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ആ 500 രൂപ നമ്മൾ DD ആയിട്ടാണ് എടുക്കേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ മതി. DD ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സിനൊന്നും ഇതിലേക്ക് എന്ത് വേണ്ട, യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളും വേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന 500 രൂപയുടെ DD എടുത്തിട്ട് ആ DD എടുക്കേണ്ടത് ഇവിടെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അതിൻ്റെ ഫേവർ ഓഫ് കൊടുക്കേണ്ടത് HAL ഹൈദരാബാദ്. ഞാൻ അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് HAL ഹൈദരാബാദ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് നമ്മൾ DD എടുക്കേണ്ടത് കേട്ടോ. ആ ഫേവർ ഓഫ് കൊടുക്കേണ്ടത്. പിന്നെ അത് പേബിൾ അറ്റ് ഹൈദരാബാദ് കൊടുക്കണം. നമ്മൾ പേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും DDയുടെ ഫോമിൽ, നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്താണ് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഒരു ക്ലോസ്ഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓഫ്ലൈൻ അപേക്ഷാ ഫോമും ഫില്ല് ചെയ്തിട്ട്
നമ്മളൊരു പോസ്റ്റൽ കവർ ലെറ്റർ നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേഡ് പോസ്റ്റ് ആയിട്ടോ ഒക്കെ കൊറിയർ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇതാണ് അഡ്രസ്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഗ്രീൻ മാർക്കിൽ. ഇതാണ് കംപ്ലീറ്റ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ബാക്കി പറയുന്ന ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊന്നും നമ്മൾ അയച്ചു കൊടുക്കേണ്ട. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഫോം പ്ലസ് നമുക്ക് അപേക്ഷാ ഫീസുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 500 രൂപയുടെ DD-യും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പലരും എന്താണ് സ്കിപ്പ് ചെയ്തിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പലരും എന്താ വെച്ചാൽ RPF-ന്റെ ഓൺലൈൻ അപേക്ഷ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് അതിൻ്റെ എലിജിബിലിറ്റി വരെ അവർ ചെക്ക് ചെയ്യാതാണ് പലരും എന്ത് ചെയ്യുന്നത്, മെസ്സേജ് ഒക്കെ അയക്കുന്നത്. നമ്മുടെ സമയനഷ്ടവും നമുക്ക് തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കുക. കാരണം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പം റിലവൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ റിപ്ലൈ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുക എന്നല്ല, കാരണം അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു പ്രവണത കാണുന്നുണ്ട്. കാരണം വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്, നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അല്ല നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന 8/5/2024 നിങ്ങൾക്ക് മെയ് 8-ൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, DD എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഓർഡിനറി പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫോമാറ്റിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അയച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ DD-യുടെ മറുവശം ഉണ്ടാവല്ലോ, DD-യുടെ ഒരു വശത്ത് നമുക്ക് DD-യുടെ എന്താണ് DD നമ്പറും എമൗണ്ടും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പിൻവശം ഉണ്ടാവുമല്ലോ, ആ പിൻവശത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ പേരും അതോടൊപ്പം തന്നെ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ജൂനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് മെക്കാനിക്കലാണ് ഏതാച്ചാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ DD-യുടെ പിൻവശത്തൊന്ന് എഴുതണം കേട്ടോ, നിങ്ങളുടെ പേരും ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പോസ്റ്റൽ കവറിലേക്കും അപ്ലൈഡ് ഫോർ എന്നുള്ളത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അഡ്വർടൈസ്മെന്റ് നമ്പർ അതിൻ്റെ മുകളിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇപ്പോൾ കൊടുക്കേണ്ട, നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മെയിൽ വഴി അറിയിക്കും, റിട്ടൺ എക്സാമിനേഷൻ്റെ നമ്മുടെ മെയിൽ വഴി അറിയിക്കും. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വാലിഡ് ആയുള്ള ഇമെയിൽ ID ഒക്കെ കൊടുക്കാം. അപ്പോൾ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട. ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ആണ്. ഇപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമ്മളെ മെയിൽ വഴി അറിയിക്കും. റിട്ടൺ ടെസ്റ്റിനുള്ള അവന്യൂ കാര്യങ്ങൾ കോൾ ലെറ്റർ ഒക്കെ നമുക്ക് മെയിൽ വഴി അറിയിക്കും. പിന്നെ റിട്ടൺ ടെസ്റ്റ് 2 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ഉള്ള 3 പാർട്ടാണ് അതിലുണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പാർട്ട് 1 വരുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്, അതിൽ ജനറൽ അവയർനെസ്. പാർട്ട് 2 വരുന്നത് 40 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്. പാർട്ട് 3 വരുന്നത് 100 ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് അവിടെ ഒട്ടിക്കുക. ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോസ്റ്റ് നിങ്ങൾ അവിടെ ഏതാണെന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളിവിടെ നിങ്ങളുടെ പേര് ഇതൊക്കെ ബ്ലോക്ക് ലെറ്ററിൽ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കട്ടെ എല്ലാം. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഫാദറിൻ്റെ പേര്, ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെയൊക്കെ. ഓക്കെ, പിന്നെ കോൺടാക്റ്റ് അല്ലെങ്കിൽ മെയിലിംഗ് അഡ്രസ്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാച്ചാൽ കൊടുക്കാം. പിന്നെ റിലീജിയൻ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലീജിയൻ ഏതാച്ചാൽ ഹിന്ദു മുസ്ലിം ഏതാച്ചാൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ടിക്ക് ചെയ്യുക, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ടിക്ക് ചെയ്യുക. നമുക്ക് 2 ഭാഷകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റർ നമുക്ക് ഹൈദരാബാദിലാണ് കേട്ടോ. കേരളത്തിലൊന്നും എക്സാം സെൻറ്റർ ഉണ്ടാവില്ല. ഹൈദരാബാദിൽ പോയി നമ്മൾ എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിങ്ങും ഏകദേശം ഹൈദരാബാദിലേക്കാണ് ഇപ്പോൾ നിലവിലെ വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ജമ്മു കാശ്മീർ ഇതൊക്കെ SR ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ നോ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ പറയുന്ന SC/ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ടിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നിങ്ങൾ എക്സ് സർവീസ്മാൻ ഇതൊക്കെ SR ക്വസ്റ്റ്യൻ ആണ്, നോ കൊടുക്കുക നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ HLൻ്റെ മുൻപത്തെ ഏതെങ്കിലും റിട്ടൺ എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഡേറ്റ് കാര്യങ്ങൾ കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെമ്പർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുത്താൽ നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി കേട്ടോ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ എന്താണ് 10ാം ക്ലാസ് മുതൽ ഇവിടെ അക്കട്ടിങ്ങനായിട്ട് കൊടുത്താൽ മതി. ഇവിടെ SSLC ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയായിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ബോർഡ്, പിന്നെ അതിൻ്റെ ആ സബ്ജക്റ്റ്, അതിൻ്റെ മാർക്ക്, പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ തികഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു കോളം നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി. എന്നിട്ട് ചെയ്യാം, നിങ്ങൾക്കൊരു A4 ഷീറ്റിൽ ഇതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ തികഞ്ഞിട്ടില്ലെങ്കിൽ. പിന്നെ എക്സ്പീരിയൻസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. പിന്നെ പ്ലേസ് ഡേറ്റ് ഒക്കെ എഴുതി നാളെ ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ
വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇപ്പം നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് 1 മന്തെന്നോ 30 ഡേയ്സോ അല്ലെങ്കിൽ 60 ഡേയ്സ് എത്ര ആഴ്ച നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഡി ഡിയുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം, ഡി ഡി എടുത്ത ഡേറ്റും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഡി ഡി നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷയുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് അയക്കണം കേട്ടോ. വേറെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും അയക്കേണ്ട എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ആ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതേ സെയിം ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എന്താണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ വെച്ചാൽ റിക്രൂട്ട്മെൻറ്റിലേക്കാണ് ഇവിടെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷനും എല്ലാം ഒരു സിംഗിൾ PDF ആണ് കേട്ടോ. ഇതിൽ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഫോം കൂടെ താഴോട്ട് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 4-5 പേജ് വരുന്നുണ്ട്. ഓക്കെ, 4 പേജാണ് ഏകദേശം വരുന്നത്. നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 പേജാണ് ടോട്ടൽ ആപ്ലിക്കേഷൻ ഫോം. ഇതാ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് അത് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. SC OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനൽ, സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ഉണ്ടാവുന്ന കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിലവിലെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ നമ്മൾ RRBയുടെ LP ടെക്നീഷ്യനൊക്കെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെക്നീഷ്യൻ സയൻസ് ബുക്ക്, അതായത് നമുക്ക് ഈ ബുക്കാണ് സയൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല 500 മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാം. ദെൻ നിങ്ങൾക്ക് RPF അതുപോലെ ഇതിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഡി അതുപോലെ നിങ്ങൾക്ക് ISRൻ്റെ ഒക്കെ ആണ് നിലവിൽ. ഇനി നമ്മളെല്ലാം എന്താണ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ PSUവിൻ്റെ ഒക്കെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ആൻസർ കീ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെതൊക്കെ കിട്ടിയാൽ നമ്മൾ ഇടാവുന്നതാണ്. ഓക്കെ, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സമയമില്ലാതിട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.